നമസ്കാരം. പുതിയ നാഴികക്കല്ല് പിന്നിട്ട് വിഴിഞ്ഞം. ചുരുങ്ങിയ കാലയളവിൽ 500 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നെത്തിയത്. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച 10 മാസത്തിനുള്ളിൽ ഈ നേട്ടം വിഴിഞ്ഞം കൈവരിക്കുന്നുവെന്നതാണ് പ്രത്യേകത. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന അടക്കം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും കൂട്ടത്തിലുണ്ട്. ഇന്ന് പുലർച്ചെ MSC വെറോണ തുറമുഖത്ത് നങ്കൂരമിട്ടതോടെയാണ് നേട്ടം. പ്രവർത്തനം തുടങ്ങിയത് മുതൽ വിഴിഞ്ഞം നേട്ടങ്ങളോടെയാണ് മുന്നേറിയത്. 9 മാസത്തിനുള്ളിൽ 10 ലക്ഷം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത്. കൺസഷൻ കരാർ പ്രകാരം ആദ്യ വർഷമാകെ 3 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും 3 ഇരട്ടിയിലേറെ കൈകാര്യം ചെയ്തു. ലോക ചരക്ക് കപ്പൽ ഗതാഗതത്തിൽ വിഴിഞ്ഞത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നതിന്റെ തെളിവാണ് പുതിയ നേട്ടമെന്ന് മന്ത്രി VN വാസവൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ത്യയിൽ ഇതുവരെ കൈകാര്യം ചെയ്തതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ ഡ്രാഫ്റ്റുള്ള കണ്ടെയ്നർ കപ്പലായ MSC വെറോണ ചൊവ്വാഴ്ച രാവിലെയാണ് തുറമുഖത്ത് നങ്കൂരമിട്ടത്. ഇത്തരത്തിൽ ഒരു ദിവസം 2 റെക്കോർഡാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. ഓരോ ഘട്ടവും ഉറച്ച ചുവടോടെ വിഴിഞ്ഞം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഡിസംബർ 3-നാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ ഡിസംബർ ആകുമ്പോഴേക്കും 13-14 ലക്ഷം വരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്പ്, US, ആഫ്രിക്ക, ചൈന അടക്കമുള്ള ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന്റെ വേഗം കൂട്ടിയത്. താമസിയാതെ തന്നെ ഇന്ത്യയിലേക്കുള്ള തുറമുഖ കവാടമായി വിഴിഞ്ഞം മാറും. കേരള പിറവി ദിനം മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആഭ്യന്തര ചരക്ക് കയറ്റിറക്ക് നടക്കും. ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയുമെല്ലാം ഈ തുറമുഖം വഴി നടക്കും. നിലവിൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായാണ് പ്രവർത്തനം. കേരള പിറവിയോടെ അത് അടുത്ത ഘട്ടത്തിലെത്തും. ഏറ്റവും വളർച്ചയുള്ള ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായാണ് വിഴിഞ്ഞത്തെ വിലയിരുത്തുന്നത്. കസ്റ്റംസ് അനുമതി ലഭ്യമായതോടെയാണിത്. വിഴിഞ്ഞത്തെയും ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. 300 മീറ്റർ റോഡ് കൂടി നിർമ്മിക്കാനുണ്ട്. ഗേറ്റ് വേ കാർഗോ തുടങ്ങുന്നതോടെ തുറമുഖത്തിന്റെ ഗുണം പ്രാദേശിക വിപണിയിലും പ്രതിഫലിക്കും. കാർഷിക മത്സ്യ മേഖലയിൽ കയറ്റുമതി വർദ്ധിക്കും. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗം ചരക്കെത്തിച്ച് യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് ഇപ്പോഴുള്ളതിന്റെ പകുതിയിലേറെ സമയം കൊണ്ട് എത്തിക്കാനാകും. യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ജെറ്റ് സർവീസും ആഫ്രിക്കൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ചരക്ക് കപ്പൽ സർവീസും വിഴിഞ്ഞത്ത് എത്തുന്നുണ്ട്. ഇത് വിഴിഞ്ഞത്തിന്റെ പ്രസക്തി കൂട്ടും. കൂടുതൽ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകളും എത്തും. വിനോദസഞ്ചാര സാധ്യതകൾക്കും വഴി തുറക്കും. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളും റോഡ് മാർഗം ചരക്കുകൾ എത്തിക്കാനും കൊണ്ടുപോകാനും സംവിധാനം പ്രയോജനപ്പെടുത്തും. നിലവിൽ വലിയ കപ്പലുകളിൽ എത്തുന്ന ചരക്കുകൾ ചെറു കപ്പലുകൾ വഴി മറ്റു തുറമുഖങ്ങളിലേക്ക് എത്തിക്കുകയാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ നടക്കുന്നത്. ഡിസംബർ 3-നാണ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ചത്. 9 മാസം പൂർത്തിയാകും മുൻപ് കൈകാര്യശേഷി പൂർണ്ണമായും നേടാനായി. 10 ലക്ഷം TEU ആണ് കൈകാര്യശേഷിയെ നിശ്ചയിച്ചിരുന്നത്. ഇതിനകം 470-ലേറെ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി. 10.20 ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കം തുടങ്ങി. ഇത് പൂർത്തിയാകുന്നതോടെ കൈകാര്യശേഷി 45 ലക്ഷം കണ്ടെയ്നറായി ഉയരും.